ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രാഥമിക ഘട്ട എക്സാമിന് ചോദിച്ച കണക്കിലെ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുന്നു. 52ാമത്തെ ചോദ്യം. അപ്പോൾ കണക്കിനെ സംബന്ധിച്ച മുൻകാല ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് തുടർന്നുള്ള എക്സാമിന് ഒന്ന് പെട്ടെന്ന് സ്കോർ കൂടുതൽ മേടിക്കാൻ സാധ്യമാകുന്നത്. മുൻകാല ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് വേഗത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ഇതെല്ലാം നമുക്ക് വേഗത്തിൽ ഉത്തരത്തിൽ എത്തുവാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം സെലക്ട് ചെയ്തത്. ഇത് എങ്ങനെ വേഗത്തിൽ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ചോദ്യത്തിൽ 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് 1/4 × 5 എക്സെട്ര പ്ലസ് 1/9 × 10 എന്നാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്തമാറ്റിക്കൽ ഒരു സീരീസാണ്. ഈ സീരീസ് കാണുമ്പോൾ തന്നെ നമുക്കിതിൽ ഒരു കോമൺ ഫാക്ടർ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കിത് ജസ്റ്റ് ആദ്യത്തെ നമ്പർ എടുക്കാം. ആദ്യം ഇവിടെ ഉള്ളത് 1/2 × 3 ഈസ് ഈക്വൽ ടു ബേസിക്കലി 1/2 × 3 എന്താണ്? 1/6 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ലഘൂകരിച്ച് എഴുതാൻ ആദ്യം പഠിക്കണം. ഇതിനെ ലഘൂകരിച്ച് എഴുതുമ്പോൾ അതിനെ ഇങ്ങനെ എഴുതാം: 1/2 മൈനസ് 1/3. ഇതിലേക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 2 × 3 6 ഇവിടെ കിട്ടി. 3 × 1 മൈനസ് 2 × 1 3 മൈനസ് 2 എത്രയാണ്? 1 തന്നെയാണ് ആൻസർ. അപ്പോൾ നമുക്ക് വിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലഘൂകരിച്ച് എങ്ങനെ എഴുതി? 1/2 മൈനസ് 1/3. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത സംഖ്യ ഏതാ? 1/3 × 4. അത് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 മൈനസ് 1/4. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിലുള്ള ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഇടയ്ക്കുള്ള ചിഹ്നം എന്ന് പറയുന്നത് ചോദ്യത്തിലുള്ള പ്ലസ് ആണ്. അങ്ങനെയെങ്കിൽ മൈനസ് 1/3 പ്ലസ് 1/3 ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് റിമൈൻഡേഴ്സായിട്ട് ബാക്കിയുള്ളത് ആദ്യത്തെ 1/2. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്തുള്ള ഈ സീരീസ് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് 1/4 × 5 എഴുതുമ്പോൾ അതിലും ഇവിടെ ഒരു 1/4 സംതിങ് വരുന്നുണ്ട്. അതും പ്ലസ് ആണ്, ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെ ഈ സീരീസ് അവസാനം വരെ ക്യാൻസൽ ചെയ്തു പോകും. അവസാനം നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ 1/2ഉം അവസാനം വരുന്ന 1/9 × 10നെ നമ്മൾ എങ്ങനെ എഴുതും? 1/9 മൈനസ് 1/10. ഇതിൽ ഈ 1/9 വരെ ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് മൈനസ് 1/10. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ആ ഒരു ആൻസറിൽ നമ്മൾ എത്തിച്ചേരും. ഈ ഒരു സീരീസ് ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടി 1/2, അവസാനം കിട്ടി മൈനസ് 1/10. ഇതിനെ ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ LCM എടുത്തിട്ട് 10 കിട്ടും. 10ൽ 2 5 പ്രാവശ്യം 5 എഴുതി. 5 × 1 5 മൈനസ് 10ൽ 10 ഒരു പ്രാവശ്യം മൈനസ് 1. 4/10 കിട്ടി ഈസ് ഈക്വൽ ടു 2/5. ആൻസർ ഉണ്ട് ഇവിടെ. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഈ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ഈ രീതിയിലൊന്ന് എളുപ്പത്തിൽ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.